ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. എം.എൽ.എ കൂടിയായ അടൂർ പ്രകാശ് ഒന്നാം ഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ്. അടൂർ പ്രകാശുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് അസ്ഹർ. ആറ്റിങ്ങലിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് ചിറയൻകീഴിലാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ്. ഏറെ വൈകിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. എന്താണ് പ്രതീക്ഷകൾ? ഏറെ വൈകി എന്നുള്ളതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് ഇന്ന് ഈ പ്രദേശത്തെത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ യു.ഡി.എഫിൻ്റെ ആവേശവും ഇവരുടെ ശക്തിയും ഇവരുടെ തൻ്റെടവും അതാണ് എൻ്റെ കൈമുതൽ എന്ന് പറയുന്നത്. തീർച്ചയായും ഒരു വൈകിപ്പോയിട്ടില്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുവാൻ. ഇനിയുള്ള ദിവസങ്ങളിലാണ് ഞങ്ങളുടെ ശക്തമായ പോരാട്ടം നടത്തുവാൻ പോകുന്നത്. ആ ശക്തമായ പോരാട്ടം ഇവിടെ ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നടത്തിക്കൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിരിക്കും. അത് നിറവേറ്റുക എന്ന് പറയുമ്പോൾ വെറുതെ പാർലമെൻറ്റിൽ മത്സരിക്കുക എന്നുള്ളതല്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് യു.ഡി.എഫിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ എൽ.ഡി.എഫിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം അത് ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണോ പങ്കുവെക്കുന്നത്? ഒരു സംശയം അക്കാര്യത്തിലില്ല. 100% അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ കാണുന്ന ആളുകളെ കണ്ടുകൊണ്ട് അവരാണ് ഇത് ചെയ്യേണ്ടത്. അവർ ആ പ്രവർത്തനത്തിൽ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ ദിവസക്കാലം കൊണ്ടാണ് അവർ ഈ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അവരിലാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ഞാൻ അവരിൽ അർപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് തിരിച്ചുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ചെറിയ തോതിലുള്ള ഒരു ഗ്രൂപ്പ് തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നു? അതൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ വരുന്നില്ല. കേരളത്തിലുടനീളം ഞാൻ ഒരു കാര്യം പറയുന്നു. 20 പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ഈ 20-ൽ 20 സ്ഥാനാർത്ഥികളും ഈ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വരും എന്ന അഭിമാനത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചു. SNDP ഉൾപ്പെടെയുള്ളവരുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ? കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താ? കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിലെല്ലാവരും ഉണ്ടാകും. SNDP ഉണ്ടാകും, NSS ഉണ്ടാകും, മുസ്ലിങ്ങളുണ്ടാകും. ഏതൊക്കെ വിഭാഗത്തിലുള്ള ആളുകളുണ്ടോ അവരെല്ലാം ഞങ്ങളുടെ ആളുകളാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ അവരോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ പ്രശ്നമില്ല. എന്തായാലും ഈ ഒരു ശക്തമായ പോരാട്ടത്തിലൂടെ ഈ ഒരു മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുള്ളത്. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം മുഹമ്മദ് അസ്ഹർ, മീഡിയ 1 തിരുവനന്തപുരം.